ഇന്ത്യ അതുപോലെ വേൾഡ് കപ്പ് കളിക്കണോണ്ടെങ്കിൽ അർജന്റീന കാര്യം ഇന്ത്യയുടെ കൊടി പൊളിക്കുക ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ വി തിങ്ക് ഓഫ് ഇന്ത്യ പ്ലേയിങ് ദി വേൾഡ് കപ്പ്. ഫോർട്ടുകൊച്ചിക്കാരുടെ സ്വന്തം ഫുട്ബോൾ അങ്കിളാണ്. 92-ാം വയസ്സിലും ഇങ്ങനെ രാവിലെ ഒരു 3 മണി 3:30 സമയത്തൊക്കെ എണീറ്റ് പിള്ളേർക്ക് വേണ്ടി കോച്ചിങ് നടത്തുക, ഗ്രൗണ്ടിലേക്ക് വരിക. ഇപ്പോഴത്തെ ഫുട്ബോൾ തന്നെ നടന്നു കളിക്കുന്ന ഫുട്ബോൾ. ഈ 90 മിനിറ്റിൽ 70 മിനിറ്റ്സ് ബോൾ പുറകോട്ട്, 20 മിനിറ്റ്സ് ആണ് മുന്നോട്ട്. അങ്കിളുടെ ഫേവറേറ്റ് ടീം ഉണ്ടോ വേൾഡ് കപ്പില്? ഏറ്റവും സങ്കടം ഇന്ത്യ കളിക്കാത്ത. ഇന്ത്യ ഇൻ വേൾഡ് കപ്പ്, ഇന്ത്യ ക്രിയേറ്റ്സ് ഹിസ്റ്ററി. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഫുട്ബോളിനെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? ഫിഫ ഒരു ഡോക്യുമെന്ററിയില് അങ്കിളിനെ ഒരു ഫീച്ചർ ചെയ്ത ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതൊരു ഇന്റർനാഷണൽ അവാർഡാണ്. വേൾഡ് കപ്പ് മുമ്പ് എന്നെ കാണിച്ചു. അതാണ് ഏറ്റവും ഭയങ്കര ബഹുമാനം. എനിക്ക് അവാർഡ് അധ്വാനിച്ച് തന്നാൽ മതി, അല്ലെൻ്റെ കൈനീട്ടി മേടിക്കുന്ന അവാർഡ് എനിക്ക് വേണ്ട. എങ്ങനെയാണ് അങ്കിൾ ഇപ്പോഴും സ്റ്റിൽ ബാച്ചിലർ ആണ്? അതൊരു ഒരു 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 ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഫുട്ബോൾ ആവേശത്തിലാണ്. ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ ഫുട്ബോളിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളുണ്ട്. ഫോർട്ട് കൊച്ചിക്കാരുടെ സ്വന്തം ഫുട്ബോൾ അങ്കിൾ റൂഫസ് അങ്കിൾ. റൂഫസ് അങ്കിളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം അങ്കിൾ. നമസ്കാരം. ഫോർട്ട് കൊച്ചിക്കാരുടെ സ്വന്തം ഫുട്ബോൾ അങ്കിളാണ്. എങ്ങനെയാണ് ഈ പരേഡ് ഗ്രൗണ്ടിനോടുള്ള ഒരു ഇഷ്ടവും എങ്ങനെയാണ് കോച്ചിങ് തുടങ്ങിയതൊക്കെ? എനിക്ക് എൻ്റെ അമ്മ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു, എൻ്റെ ഫാദർ ഹോക്കി പ്ലെയർ ആണ്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അമ്മ ഒരു തുണിപ്പന്തുണ്ടായിരുന്നു. ആ തുണിപ്പന്തിങ്ങനെ ഇറങ്ങി ഞാൻ പിടിക്കും, ഞാനും അമ്മ പിടിക്കും. ഇത് ഒരു ദിവസം എൻ്റെ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കണ്ടപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ടു. സ്റ്റാപ്പ് ഇറ്റ്, ഐ വോണ്ട് ടു പ്ലേ ഹോക്കി. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര തർക്കമായി. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് ഷടാപ്പ് എന്ന് പറഞ്ഞു. നമ്മളൊരു പഴയ കാലം ഷടാപ്പ്. അപ്പം മുണ്ടാണ്ട് വരും. അപ്പോൾ എന്നോട് എനിക്ക് എന്താ കളിക്കണം? അപ്പം എനിക്ക് ഫുട്ബോളോ ഹോക്കി കളിക്കണം. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര സങ്കടം. അമ്മ ഓടിപ്പോയി റൂമിൽ കയറി റൂം പൂട്ടി. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പോയി, നിൻ്റെ അമ്മനെ വിളിക്ക്. ഞാൻ പോയി കൊട്ടിട്ട് വിളിക്കുന്നത്. നീ പോയി മുറുക്കെടുക്കണം. നീ വിളിക്കുന്നില്ല, അമ്മ വരണ്ട. നീ പോയിട്ട് പറ, നീ ചാടി ടെറസിൽ വിട്. അമ്മ വന്ന് ഞാൻ ചാടാൻ പോകണം. അത് കേട്ടപ്പോൾ അമ്മ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച പന്ത് എടുത്തിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ സോറി ഞാൻ ലാറ്റിൻ പ്ലേ ഫുട്ബോൾ നോക്കി. അതാണ് എൻ്റെ ഫുട്ബോൾ നോക്കിയത് തുടക്കം. വീട്ടിൽ പിന്നെ എൻ്റെ അമ്മ ഫുട്ബോൾ തട്ടിക്കൊടുത്ത് വീട്ടിൽ കളി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മുറ്റത്ത് കളിക്കാൻ പോയപ്പോൾ ഞാൻ ഫ്രീ സ്കൂളുണ്ട്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഒതലങ്ങ ഒരു ഫ്രൂട്ട് ബോളാണ്. മരത്തിൽ നിന്ന് പറിച്ച് നമ്മൾ അത് കളിക്കും. ചിലപ്പോൾ കടപ്പുറത്ത് പോയി അത് എടുക്കും. പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ സാന്റക്രൂസ് സ്കൂളിൽ പോയപ്പോൾ ഈ ഒതലങ്ങ വെച്ച് കളിക്കുമ്പോൾ ഒരു ഡോക്ടർ ഷെനായി ഈ കോച്ചിങ് ക്ലബ്ബിൽ ടെന്നീസ് കളിക്കും. ഗ്രൗണ്ട് പന്ത് റോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഓടിയെടുത്ത് കൊടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, റൂഫസ് എന്താണിത്, വാട്ട് ആർ യു ഡൂയിങ്? പക്ഷേ നോ ബോൾ. അപ്പോൾ എനിക്കൊരു ടെന്നീസ് ബോൾ തന്നു. അതാണ് രണ്ടാമത്തെ ബോൾ. സാന്റക്രൂസ് പഠിക്കും ടെന്നീസ് ബോൾ. പിന്നെ ഞാൻ എൻ്റെ മൂന്നാമത്തെ സ്കൂൾ ബ്രിട്ടോ സ്കൂൾ 1945 അവിടെ പോയപ്പോൾ എനിക്ക് ഫുട്ബോൾ കിട്ടിയത്. അതാണ് എൻ്റെ ആദ്യത്തെ ഫുട്ബോൾ ബ്രിട്ടോ സ്കൂൾ. എൻ്റെ ആദ്യത്തെ ഹോക്കി പടി പരുത്തി പടിയായിരുന്നു, ഒതലങ്ങയായിരുന്നു. പിന്നെ ബ്രിട്ടോ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് ഹോക്കി കിട്ടി. അതാണ് ആദ്യത്തെ ഒരു എൻ്റെ. പിന്നെ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഗുരു അബുക്ക യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബാണ്. എൻ്റെ കളി ചെയ്യേണ്ടത് വന്ന്, റൂഫസ് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ അബുക്ക കളിക്കാനുണ്ട്, അപ്പോൾ നീ എൻ്റെ ക്ലബ്ബിന് കളിക്കണം. അബുക്ക എനിക്ക് വലിയ കളിയോ, നീ കളിച്ചാൽ മതി, ഞാൻ നിന്നെ പഠിപ്പിക്കാം. 51 യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് തുടങ്ങിയപ്പോൾ ഞാൻ ആ ക്ലബ്ബിനെ എന്നെ കൊണ്ട് ചേർത്ത് എന്നെ ക്യാപ്റ്റനാക്കി. എൻ്റെ ആദ്യത്തെ ഹോക്കി ക്ലബ്ബ് ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബാണ്. അതിനുശേഷം കേരള വോണ്ടേഴ്സ് കളി. ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് റോയ്സി അങ്കിളായിരുന്നു കോച്ച്. പിന്നെ കേരള വോണ്ടേഴ്സ് ടീമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എൻ്റെ ഒരു കരിയർ തുടങ്ങിയത്. ഈ ഗ്രൗണ്ടിലാണ് കരിയർ തുടങ്ങിയത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഗ്രൗണ്ടാണിത്. ഇപ്പൊ 1970 അങ്കിൾ ഇപ്പൊ ഇവിടെ ഫുട്ബോൾ കോച്ചിങ് തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫുട്ബോൾ കോച്ചിങ് എക്സ്പീരിയൻസ്? ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ഗ്രൗണ്ട് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇന്ത്യയിലായിരുന്നു ഈഡൻ ഗാർഡൻസ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട്. അതിനുശേഷം ഈ ബ്രിട്ടീഷ് ഈ പുല്ല് ഓളന് കൊണ്ടുവന്നിട്ട് പുല്ല് പിടിപ്പിച്ചാണ് ബ്രിട്ടീഷുകാർക്ക് ഈ ഗ്രൗണ്ടിൽ കളിക്കണം. ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്. അതിനുവേണ്ടി അവർ ഗ്രൗണ്ട് നന്നാക്കി വളരെ ടോപ്പ് കണ്ടീഷനാക്കി. ഈ കോച്ചിങ് ക്ലബ്ബായിരുന്നു ഈ
ഈ കൊച്ചിൻ ക്ലബ്ബാണ് ഈ ഗ്രൗണ്ട് നോക്കുന്നത്. എല്ലാ കൊല്ലം 2 മാസം ഈ ജൂൺ ജൂലൈ അവർ ഗ്രൗണ്ട് റോഡിൽ നല്ല പുല്ലൊരു കണ്ടീഷനാക്കും. ഇപ്പോൾ ഈ ഗ്രൗണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കളയുന്നത് നശിപ്പിച്ച് കളയും. 2017 വേൾഡ് കപ്പിൽ ഈ ഗ്രൗണ്ട് കോടിയിൽ ചിലവാക്കിയ ഗ്രൗണ്ടുണ്ട്. ആരും പ്രാക്ടീസ് ചെയ്യില്ല, ആർക്കും വേണ്ടാത്ത പുല്ല് കല്ലും മണ്ണും ഈ ഗ്രൗണ്ട് നശിപ്പിച്ച്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് ഈ കണ്ടില്ല ഈ ഗ്രൗണ്ട് ഈ ചെളിയിലാണ് പുല്ല് കളിക്കുന്നത്. വളരെ ശോചനീയ അവസ്ഥയിലാണ് ഗ്രൗണ്ട്. വളരെ വളരെ പിന്നെ ഒരുപാട് കമ്മിറ്റി കൂടും, പാസ്സാക്കും, ലോണ് പാസ്സാകും, അത് പോകും, എവിടെ പോകണമെന്ന് അറിയില്ല. ഈ പാസ്സാകും ഇലക്ഷൻ മുമ്പ് എല്ലാവരും നമ്മൾ ഗ്രൗണ്ട് നന്നാക്കും, വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും കയറി പറയും. അതിനുശേഷം അവരിങ്ങനെ തിരിഞ്ഞു നോക്കില്ല. നമ്മളും പിള്ളേരുണ്ട് ഇവിടെ കാലത്ത് വന്നാൽ ഈ ചുറ്റും ബിയർ കുപ്പി, കടലാസ്, പ്ലാസ്റ്റിക് കുപ്പി എല്ലാം പെറുക്കി അവിടെ ഒരു ബാസ്ക്കറ്റ് കൊടുക്കും. അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിടും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കടലാസ് കാണില്ല ഗ്രൗണ്ടിൽ. ഞാൻ മരിച്ചു പോയാൽ ഗ്രൗണ്ടിൽ കോലം പോയി. ഇതെല്ലാം ആ കളിക്കുന്ന എല്ലാം നാം മുൻ പഠിപ്പിച്ച പ്ലേയേഴ്സാണ്. അതെല്ലാം ഞാൻ 7 മണിക്ക് ശേഷം പോയാൽ അവർ വന്നിവിടെ കളിക്കും. അതെ, ഇപ്പൊ പഴയ പ്രമുഖ താരങ്ങളായ ഇപ്പൊ ചുനി ഗോസ്വാമി, അതുപോലെ തന്നെ നെവിൻ ഡിസൂസ, ഇവരുമായിട്ടൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് ഞാൻ പറഞ്ഞേക്ക് 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ആദ്യം ഇന്ത്യ കളിക്കുന്നത്. ഡോക്ടർ താലിബാൻ ആവുമായിരുന്നു ക്യാപ്റ്റൻ. അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു, നമ്മുടെ പാപ്പൻ വർഗീസ് തിരുവല്ല. ഇയാൾ ഈ കാൽടെക്സ് ടാറ്റസിൽ പണിയെടുക്കുന്ന ആളായിരുന്നു. ഒരു മലയാളിയുണ്ട്. 1952 എൽസിങ്കി ഒളിമ്പിക്സിൽ നമുക്ക് നല്ലൊരു മലയാളി ഉണ്ടായിരുന്നു, കോട്ടയം സാലി. ആദ്യം ഈസ്റ്റ് ബംഗാൾ കളിക്കുന്നത്. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. 56 ഒളിമ്പിക്സിൽ മെൽബൺ ഒളിമ്പിക്സിൽ അബ്ദുൾ റഹ്മാൻ, ടി.എ. റഹ്മാൻ, കാഴിക്കയുടെ പിള്ളേ ബാക്ക് അബ്ദുൾ റഹ്മാനും S.S. നാരായണനും ഉണ്ടായിരുന്നു, പാലക്കാടാണ് ആൾ. കാൽടെക്സ് ടാറ്റസ് കളിക്കുന്നതായിരുന്നു. ആ 2 പേര്. പിന്നെ 60 റോം ഒളിമ്പിക്സിൽ നമുക്കുണ്ടായി ഒളിമ്പ്യൻ ചന്ദ്രശേഖർ എറണാകുളത്തുകാരൻ, S.S. നാരായണൻ, മുനിയാൻ്റെ ദേവദാസ് കണ്ണൂരായിരുന്നു. ആൾ ടാറ്റസിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ലാസ്റ്റ് ഗോൾ അടിച്ച സൈമൺ സുന്ദർരാജ് എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. നമ്മൾ ആകെ ഒരു പ്ലെയർ ഹാട്രിക്, നെവിൽ ഡിസോസ് 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഹാട്രിക് കളിച്ചിട്ടുണ്ട്. 1951 ഏഷ്യൻ ഗെയിം, ഡൽഹിയിലെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസാണ്. സലീം മന്നായിരുന്നു ക്യാപ്റ്റൻ. നമ്മൾ ഇറാനെ തോൽപ്പിച്ച് നമ്മൾ ജയിച്ചു. 1962 ജക്കാർത്തയിലെ ഏഷ്യൻ ഗെയിംസായിരുന്നു. ചുനി ഗോസ്വാമി ക്യാപ്റ്റൻ. നമ്മൾ ജർണലിസ്റ്റും ഗോൾ അടിച്ച് നമ്മൾ സൗത്ത് കൊറിയ തോൽപ്പിച്ചു. ഈ പ്ലേയേഴ്സ് എല്ലാം എന്നോട് കളി. ഹൈദരാബാദ് സിറ്റി പോലീസ്, എന്ത് അസീസ് ലത്തീഫ്, നൂർ സൂസെ, ലേക്ക് പാട്രിക്, നെവിൽ ഡിസോസ്, അമിത് ഖാൻ, കിങ് ഓഫ് ദി ഡ്രിബിൾ, യൂസഫ് ഖാൻ. ഈ പ്ലേയേഴ്സ് എനിക്ക് മറക്കാൻ പറ്റും. ജേർണലിസ്റ്റും എൻ്റെ ജൂനിയർ, അവരുടെ ഒരുപാട് പ്ലേയേഴ്സ് എല്ലാവരുടെയും കൂടെ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പല ടൂർണമെന്റ്സ് എതിരായിട്ട് കളിച്ചു. ഒരുമിച്ച് നിന്ന് കളിച്ചിട്ടില്ല, എതിരായിട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് 62 ഒരു ക്യാമ്പിൽ കിട്ടി എനിക്ക് ഇന്ത്യൻ ടീമിൽ. പക്ഷെ എനിക്ക് സെലക്ഷൻ കിട്ടില്ല. കാരണം എന്നിലെ നല്ല സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ്. അവരായിട്ട് പോയി പങ്കെടുക്കാൻ ഒരു യോഗം ഉണ്ടായിരുന്നു. അത് തന്നെ ഇവരായിട്ട് കളി ഇപ്പോഴത്തെ പ്ലേയേഴ്സൊന്നും അറിയില്ല. ഇവരായിട്ട് ഞാൻ കളിച്ച് എൻ്റെ മനസ്സിൽ മറന്നില്ല. ആരും ഓർമ്മ എത്ര 48 കളിച്ച പ്ലേയേഴ്സ് ആരിപ്പോൾ ഇപ്പോഴത്തെ പ്ലേയേഴ്സോട് ചോദിച്ചാൽ അവർ പറയില്ല. ബട്ട് എൻ്റെ അവരായിട്ട് കളിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ അവരുണ്ട്. 1950 മാസ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സ് ക്ലബിലൂടെയാണ് 51 ഫസ്റ്റ് ഫുട്ബോൾ ഒരു ടൂർണമെന്റ് ഇവിടെ കളിക്കുമ്പോൾ ഞാൻ ഹാട്രിക് കളിച്ചു. ഫസ്റ്റ് ഹാട്രിക് എൻ്റെ ഒരു ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അതിൽ ഇപ്പോൾ ഹോക്കിയിലും ഫുട്ബോളും ഹാട്രിക് കളിച്ച് ഞാൻ സ്കൂൾസ് നാഷണൽ ഹാട്രിക് കളിച്ച് ഞാൻ കാണിച്ചത്. വേറെ ആരും ഹോക്കിയിലും ഫുട്ബോൾ ഹാട്രിക് കളിച്ചിട്ടില്ല. അതെല്ലാം റെക്കോർഡ് എനിക്കുണ്ട്. 1960 മദ്രാസി ക്ലബിൽ കളിക്കാൻ തുടങ്ങി. 59-60 പോയിട്ട് കളിച്ചു. ആദ്യം ഞാൻ മദ്രാസിൽ പോയപ്പോൾ ആദ്യം കളിച്ച് നേതാജി സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോഴാണ് സദേൺ റെയിൽവേ ആയിട്ട് കളിച്ച് പറഞ്ഞത്. അത് ഞാൻ പിന്നെ എൻ്റെ കളി കണ്ടിട്ട് വെസ്റ്റേൺ ഇന്ത്യ മാച്ച് ഒരു യൂറോപ്പിനായിരുന്നു വിംകോ. അവർ എന്നെ കളി ക്ഷണിച്ച് അവിടെ പോയപ്പോഴാണ് ICF ഹാട്രിക് അടിച്ചത്. സദേൺ റെയിൽവേക്ക് 2-1 ജയിച്ചു. ICF ഹാട്രിക് അടിച്ചത്. പങ്കലിന് 92 വയസ്സുണ്ട്. 92-ാം വയസ്സിലും ഇങ്ങനെ രാവിലെ ഒരു 3 മണി 3:30 സമയത്തൊക്കെ എണീറ്റ് പിള്ളേർക്ക് വേണ്ടി കോച്ചിങ് നടത്തുക, ഗ്രൗണ്ടിലേക്ക് വരിക. എങ്ങനെയാണ് ഈ 92 വയസ്സിൽ ഇത്ര ഊർജ്ജസ്വലനായി? കില്ലർ ഇൻസ്റ്റിക്റ്റ് ആണ്, ലൈഫാണ്. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി ഇൻ വൈസ്. ഞാൻ കറക്റ്റ് ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കും. ഒരു 7:30 കഴിക്കും ഫുഡ്, 8:30 ഉറങ്ങും, 3:30 മണിക്ക് എണിക്കും. എല്ലാം പ്രാർത്ഥിച്ച് എല്ലാം ഫേസ് ക്ലീൻ ചെയ്ത് 5:15 ഗ്രൗണ്ട് എത്തും. നൈറ്റ് ഡിന്നർ വളരെ ലൈറ്റാണ്. വല്ല കഞ്ഞിയും അച്ചാറും വല്ല ചപ്പാത്തിയും വല്ല ചാറും മാത്രം കഴിക്കുള്ളൂ. ഒരു ഡിസിപ്ലിനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ചായ, ഒരു കാപ്പി, ഒരു സിഗരറ്റ്, ഒരു ബിയർ, ഒരു വൈൻ, ലീക്കർ ഒന്നും തൊട്ടിട്ടില്ല. ഒന്നുമില്ല എൻ്റെ ലൈഫിൽ. അതാണ് എൻ്റെ ഇന്നത്തെ മുമ്പിൽ നിൽക്കുന്നത്, എൻ്റെ മൈൻഡ്.
നമ്മുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സാണ്. മനസ്സ് കാലി വെച്ചാൽ അത് അവിടെ ഇരിക്കണം, പുറകോട്ട് എടുക്കരുത്. ഇപ്പൊ പണ്ടത്തെ ഫുട്ബോൾ കളിക്കാൻ കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പാടം, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഗ്രൗണ്ടുകളൊക്കെ ഉപയോഗിച്ച് ചെളിയിലൊക്കെ കളിച്ചിറങ്ങിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ടഫ് ഉണ്ട് കളിക്കാൻ, ഒരുപാടുണ്ട്. അതിനൊരു വ്യത്യാസം എന്താ? നമ്മൾ അന്ന് കളിക്കുമ്പോൾ ഈ ചെളിയിൽ നിന്ന് ബോൾ കൺട്രോൾ നമുക്ക് കിട്ടും. കഷ്ടപ്പെട്ട് ബോൾ എങ്ങനെ നമ്മളെ ബോൾ നമ്മുടെ കാലേക്ക് ഉണ്ട്. ഇപ്പോഴത്തെ ഫുട്ബോൾ തന്നെ നടന്ന് കളിക്കുന്ന ഫുട്ബോൾ. പന്ത് നമ്മൾ പോകും മുന്നോട്ട്, പന്ത് കൂടെ മുന്നോട്ട് പോകും, പന്ത് പുറകോട്ട് വരും. ഇപ്പൊ പന്ത് കൂടെ പുറകോട്ട് പോകണം. ഈ 90 മിനിറ്റിൽ 70 മിനിറ്റ്സ് ബോൾ പുറകോട്ട്, 20 മിനിറ്റ്സ് ആണ് മുന്നോട്ട്. ഗോൾ കീപ്പർമാരാണ് മാക്സിമം പന്ത് കളിക്കുന്നത്. ശരിയാണോ? നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഈ ബോൾ ഒരു എല്ലാ പ്ലേസും പോസ്റ്റൊക്കെ തൂക്കിയിട്ട് പോലെ ഹാൻഡ് ബോൾ പെനൽറ്റി give pressure to the opponent. Now we are allowing the opponent to give us pressure. So football is. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഫുട്ബോളിനെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? പണ്ട് നമുക്ക് നല്ല കോച്ചുമാരുണ്ടായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണേ ആദ്യം സ്റ്റേറ്റ് കളിക്കണം. NIS നാഷണൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, അത് 6 മാസം കോച്ചിങ് ആകുമ്പോൾ. ഇപ്പോൾ ഫുട്ബോൾ കളിക്കണ്ട, 25,000 രൂപ 6 ദിവസം കൊണ്ട് കോച്ചായി. എന്ത് പഠിപ്പിക്കാൻ പറ്റിയൊരു ഫുട്ബോളാണ്? പറ എന്നോട് മാഡം മറുപടി പറ. ഫുട്ബോൾ കളിക്കാത്ത ആൾ 25,000 രൂപ 6 ദിവസം കൊണ്ട് കോച്ച് ചെയ്ത് പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ എത്ര അക്കാഡമീസ് ഉണ്ട്, എന്തോരം കാണത്തില്ല. ബ്ലാസ്റ്റ് അതിൻ്റെ നമ്മുടെ സ്ഥിതി എന്താണ്? ഒരു ഏഷ്യൻ ഗെയിംസ് കളിക്കാൻ പറ്റില്ല, ഒരു ഒളിമ്പിക്സ് കണ്ട് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയുമോ? വേൾഡ് കപ്പ് ഇന്ത്യയിൽ വന്നാൽ ക്വാളിഫിക്കേഷൻ നേരിട്ട് കളിക്കാം. ഒളിമ്പിക്സ് ഇന്ത്യയിലെ ക്വാളിഫിക്കേഷൻ നേരെ കളിച്ചാൽ പോരെ? അതേ മാർഗം കളിച്ച് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ പേജ് തിരിച്ചു വെക്കണം. 1948 ലണ്ടൻ ഒളിമ്പിക്സ്, 52 ഹെൽസിങ്കി ഒളിമ്പിക്സ്, 56 മെൽബൺ, 60 റോം ഒളിമ്പിക്സ്, 51 ഏഷ്യൻ ഗെയിം, 62 ഏഷ്യൻ ഗെയിം. ആ പേജ് തിരിച്ചു വെച്ചാൽ ഒരുപാട് ക്ലബ്ബുകൾ, ഒരുപാട് ടൂർണമെൻറ്റ്സിൽ, ഒരുപാട് നല്ല ഗ്രൗണ്ടുകൾ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ജോലി കിട്ടാൻ എല്ലാവരും കളിച്ച ജോലി കിട്ടും, ക്ലബിന് കളിച്ച പൈസ. ഇപ്പോൾ ഇവിടെ ആർക്കും ഒന്നുമില്ല, ആകെ ബിസിനസ്. ഫുട്ബോൾ ഇസ് ബിസിനസ്. Football is not for promotion, it's for business. Buying football and selling football. I buy football to teach football. പണ്ടെന്ന് പറയുന്നത് സെവൻസ് ഫുട്ബോളും അതേപോലെ തന്നെ സന്തോഷ് ട്രോഫിയും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് ഇന്നത്തെ കാലത്തേക്ക് വരുവാണെങ്കിൽ ISLലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അന്ന് ഒരുപാട് സെവൻസ് കളിക്കും. ഈ മിക്ക ഇതിൻ്റെ പ്ലേസ് സെവൻത്ത് കളിക്കും. ഒരു സ്പിരിറ്റഡ് ഗെയിമാണ്. അതുപോലെ നമ്മൾ മറക്കാൻ പറ്റാത്ത കാര്യം ഈ പറഞ്ഞ ഇന്ത്യൻ പ്ലേയേഴ്സിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, സെവൻത്ത് കളിച്ചു. അന്ന് ഫുട്ബോളിൽ ടൂർണമെൻറ്റ്സ് ഉണ്ട്, ലീഗ് മാച്ച്, ഡിസ്ട്രിക്ട് ലീഗ്, കേരള അസോസിയേഷൻ ഫുട്ബോൾ ടീം, എത്ര ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് ഉണ്ട് കേരളത്തിലുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു, ചാക്കോല ഗോൾഡ് കപ്പ്, ഈഗിൾസ് കപ്പ്, GV രാജ, മാമൻ മാപ്പള കോട്ടയം, ഇതെത്ര ടൂർണമെൻ്റ് ഉണ്ട്, എത്ര ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്, DCM, ഡുറൻ കപ്പ്, IFSC, പ്രസിഡന്റ് കപ്പ്, സ്റ്റാഫോർഡ് കപ്പ്. ഇപ്പോൾ എവിടെ? എന്തോരം ക്ലബ്ബുകളുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെ? ആകെ ഉള്ളത് ബ്ലാസ്റ്റേഴ്സ്. ഈ 8 ക്ലബ്ബുണ്ട്, ബാക്കി പ്ലേയേഴ്സ് എവിടെ കളിക്കും? പറ. കേരള ഫുട്ബോൾ സ്ഥിതി എന്താണ് നോക്കിയാൽ 4 എത്ര സന്തോഷ് ട്രോഫി ജയിച്ച്. ഇപ്പോൾ എവിടെ? ഇപ്പോൾ ജൂനിയർ ടീമാണ് കളിച്ചത്, സീനിയർ ടീം ആരും സന്തോഷം കളിക്കണില്ല. അന്ന് സന്തോഷ് ട്രോഫി കളിക്കണം സ്റ്റേറ്റ് കളിക്കണമെങ്കിൽ, അത് ഇവിടെ കളിക്കണില്ല. നമ്മളെ ഫുട്ബോൾ നന്നാക്കണം. സിമ്പിൾ, വെരി സിമ്പിൾ. പേജ് തിരിച്ചു വെച്ചാൽ മതി. പഴയ കാലം തുടങ്ങി ഇങ്ങനെ വന്നാൽ നമ്മൾ ഒളിമ്പിക്സ് വേൾഡ് കപ്പ് കളിക്കാം. ഷുവർ. ഇപ്പോഴത്തെ സ്ഥിതി നമുക്കൊന്നും കളിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഈ വേറെ രാജ്യത്തിന് ക്ലബിന് വേണ്ടാത്ത കളിക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്, നമ്മൾ നല്ല കളിക്കാരെ പുറത്തിരുത്തുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ പറഞ്ഞത്? ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ആവേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫിഫ ഒരു ഡോക്യുമെന്ററിയില് അങ്കിളിനെ ഒരു ഫീച്ചർ ചെയ്ത ഒരു കാര്യം നടന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഫിഫയുടെ ആ ഒരു അംഗീകാരമൊക്കെ കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര ഒരു ലൈഫിൽ ഞാൻ ഈ ഫുട്ബോളിന് കഷ്ടപ്പെട്ടത് അതൊരു ഇന്റർനാഷണൽ അവാർഡാണ്. എന്തായിരുന്നു ഫിഫ പറഞ്ഞതെന്ന് പറഞ്ഞു? അത് see, we appreciate you at this age. You are doing a wonderful job. You are respecting the football. We appreciate you. ബട്ട് അതിൽ എൻ്റെ ഒരു വേൾഡ് കപ്പ് മുമ്പ് എന്നെ കാണിച്ച് അതാണ് ഏറ്റവും ഒരു ഭയങ്കര ബഹുമാനം. അത് ലൈഫിൽ എൻ്റെ ഇറ്റ്സ് ഒരു ഭാരത് രത്ന അവാർഡും ഭയങ്കര പവർഫുൾ അവാർഡ്. കാര്യം ഭാരത് രത്ന ഇന്ത്യയിൽ മാത്രമേ അറിയുള്ളൂ, പുറത്തറിയില്ല. ഇത് വേൾഡ് അറിയുന്ന ഒരു അവാർഡാണ്. ഇതിലും വലിയ അവാർഡ്, സംതിങ് ഗ്രേറ്റ്. ഞാൻ അവാർഡ് ചോദിക്കാറില്ല. എന്നോട് ആരോ ഒന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ അപേക്ഷ, എനിക്ക് അപേക്ഷ കൊടുക്കുന്ന എന്നോണോ എനിക്ക് അവാർഡ് അധ്വാനിച്ച് തന്നാൽ മതി, അല്ലെൻ്റെ കൈ നീട്ടി മേടിക്കുന്ന അവാർഡ് എനിക്ക് വേണ്ട. എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ അവാർഡിന് ആരോഗ്യമാണ്. ആരോഗ്യം ഈശ്വരൻ എന്ന് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി
അതാണ് എൻ്റെ ചിന്ത. അല്ലാണ്ട് അവാർഡ് കിട്ടാൻ അങ്ങനെ ചിന്തയ്ക്ക് അവാർഡ് കിട്ടാൻ പണ്ട് നിർത്തി പോയാൽ അതെൻ്റെ മനസ്സിലില്ല. നിങ്ങളെപ്പോലെ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്നെ തിരിച്ചു വരുന്നത് എൻ്റെ മനസ്സിൽ ഗ്രൗണ്ടിലും ബോളും പിള്ളേരുമാണ്. ഓക്കെ, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്കിളുടെ ഫേവറേറ്റ് ടീം ഉണ്ടോ വേൾഡ് കപ്പില്? എനിക്ക് എല്ലാ ടീമും ഒരുപോലെയാണ്, ആരും വലിയ ആളല്ല. ഏത് ടീം ജയിക്കണം എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ഏറ്റവും സങ്കടം ഇന്ത്യ കളിക്കാത്ത 1.5 കോടിയുള്ള ഒരു ജനറൽ ക്ലബ് കൺട്രി ഒരു വേൾഡ് കപ്പ് കളിക്കാത്ത ഭയങ്കര സങ്കടമുള്ള കാര്യം. ഇന്ത്യ ഇൻ വേൾഡ് കപ്പ്, ഇന്ത്യ ക്രിയേറ്റ്സ് ഹിസ്റ്ററി. അതിന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ വേൾഡ് കപ്പ് കളിക്കാൻ എൻ്റെ ജീവൻ, അതിന്റെ ശേഷം എൻ്റെ ജീവൻ കാണാൻ ആഗ്രഹമാണ്. എല്ലാ ഇന്ത്യക്കാരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഇന്ത്യ കളിക്കണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയേണ്ടതാണ്, നമ്മളെ ഇന്ത്യ അതുപോലെ വേൾഡ് കപ്പ് കളിക്കണോണ്ടെങ്കിൽ അർജന്റീന കാര്യം ഇന്ത്യയുടെ കൊടി പൊളിക്കുക ഇല്ല. പിന്നെ നമ്മളെന്തിനാണ് വി തിങ്ക് ഓഫ് ഇന്ത്യ പ്ലേയിങ് ദി വേൾഡ് കപ്പ്. എൻ്റെ ഒരു ചിന്ത ഇന്ത്യ ഷുഡ് പ്ലേ ഇൻ ദി വേൾഡ് കപ്പ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ മരിക്കണം ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണം, ഒളിമ്പിക്സ് കളിക്കണം, അത് ഏഷ്യൻ ഗെയിംസ് കളിക്കണം, ജയിക്കുന്ന പ്രശ്നമില്ല. വി ആർ നോട്ട് ബോദർഡ് വിന്നിങ്, വി ആർ ബോദർഡ് അബൌട്ട് പാർട്ടിസിപ്പേഷൻ. ജയിക്കണല്ല, പങ്കെടുക്കണം. നമുക്ക് നമ്മളെല്ലാവരും കണ്ട് സന്തോഷം, അത് മതി, വേറെ ഒന്നും വേണ്ട, പങ്കെടുക്കണം. ബ്രസീലിന്റെ ക്ലബിന്റെ പേര് സാന്റോസ് എന്നാണ്, നമ്മുടെ ക്ലബിന്റെ പേര് കൊച്ചി സാന്റോസ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം? ബ്രസീലിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ സാന്റോസ് എന്ന പേര് വന്നേ? ക്ലബിന് പേരിട്ടത് ബ്രസീലിയൻ ക്ലബ് സാന്റോസ്, പേല കളിക്കുന്ന ക്ലബ്ബാണ്. ആദ്യത്തെ ക്ലബ്ബ്, ആ ക്ലബ്ബാണ് ഞാൻ ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് സാന്റോസ് അതൊരു ഡിസിപ്ലിൻ ക്ലബ്ബാണ്. ആ ഡിസിപ്ലിൻ സാന്റോസ് ക്ലബ്ബ് കൊച്ചിൻ കാണിച്ചിട്ടുണ്ട്. ആ ഡിസിപ്ലിൻ ഒരിക്കലും മാറില്ല. ആ ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 92 വയസ്സായി അങ്കിളിന്. ഈ ജൂലൈയിൽ അങ്കിളിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ 92 വയസ്സിലെ അങ്കിള് ഭയങ്കര കൂളാണ്. ഗ്രൗണ്ടിൽ അങ്കിള് ഭയങ്കര കൂളാണ്, സ്ട്രിക്റ്റ് കോച്ചാണ്. ഇപ്പം ഈ 92 വയസ്സൊക്കെ ആയി, ഇത്രയായി, എങ്ങനെയാണ് അങ്കിൾ ഇപ്പോഴും സ്റ്റിൽ ബാച്ചിലർ ആണ്? കാരണം അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊരു ഒരു 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 ഭയങ്കര ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ഞാനിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 കുട്ടികളും. അപ്പോൾ ആ കുട്ടിയുടെ ഞാൻ ഗ്രൗണ്ടിൽ ശ്രദ്ധിക്കുള്ളൂ. കല്യാണം കഴിക്കുന്ന ഒരുപാട്, അത് എല്ലാവരും എൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ കണ്ടില്ല, എല്ലാവരും ഒരുപോലെയാണ്, സ്പെഷ്യലില്ല. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 2 പിള്ളേരും മാത്രമേ മുന്നോട്ട് വരുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരുപാട് പിള്ളേർ മുന്നോട്ട് കയറി വരണുണ്ട്. ദാറ്റ് ഈസ് മൈ ആംബിഷൻ ഇൻ ലൈഫ്. അങ്കിളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈ ഗ്രൗണ്ടിൽ ഞാൻ കോച്ച് തമ്മിൽ ഒരു അറ്റാക്ക് നടത്തി ഈ ഗ്രൗണ്ടിൽ മരിക്കണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ അല്ലെങ്കിൽ കൊച്ചിക്കാരുടെ ഫിഫ വേൾഡ് കപ്പ് ആവേശം? കേരളത്തിൽ ബ്രസീൽ അർജന്റീന എവിടെ ഫൈറ്റാണ്. ബ്രസീൽ വേഴ്സസ് അർജന്റീന, അതാണ് ഇവിടുത്തെ ഫൈറ്റ്. എന്താണെങ്കിലും എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുക. ഈ വേൾഡ് കപ്പ് ആര് കൊണ്ടുപോകും, വീണ്ടും ഒന്നുകൂടെ അർജന്റീന കൊണ്ടുപോകും എന്നൊക്കെയുള്ള ആലോചനയിലാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്കിളിനെ കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. നന്ദി. എന്നെ അന്വേഷിച്ച് വന്നിട്ട് എൻ്റെ പഴയ കാലം തിരിച്ചു കൊണ്ടുവന്നത് എനിക്ക് ഫുട്ബോൾ എന്താണ് തിരിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. നന്ദി. താങ്ക് യു.